മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്ത് കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാനുള്ള വന്ദേ ഭാരത് 4ാം ഘട്ടം ജൂലൈ 1 മുതൽ തുടങ്ങുന്നതായിരിക്കും. 94 വിമാനങ്ങളാണ് കേരളത്തിലേക്ക് 4ാം ഘട്ടത്തിലുള്ളത് എന്നാണ് ലഭ്യമാക്കുന്ന വിവരം. ജൂലൈ 1 മുതൽ 15 വരെയുള്ള ഷെഡ്യൂളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 16,000-ഓളം പേരെ ഇത്തവണ നാട്ടിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കൽപ്പിക്കുന്നത്. എന്നാൽ ഒരു വിമാനത്തിൽ 177 പേരെയാണ് പരമാവധി ഉൾക്കൊള്ളിക്കാനാകുന്നത്. ചാർട്ടേഡ് വിമാനങ്ങളടക്കം വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്തേക്ക് ദിവസം 40 തുടങ്ങി 50 വിമാനങ്ങളാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജൂലൈയിൽ ഈ എണ്ണം വർദ്ധിക്കുമെന്നും മുഖ്യമന്ത്രി നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം ബഹ്റൈൻ, UAE, ഒമാൻ, സിംഗപ്പൂർ, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് 4ാം ഘട്ടത്തിൽ വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഒമാനിൽ നിന്നും ബഹ്റൈനിൽ നിന്നും ഈ ഘട്ടത്തിൽ കൂടുതൽ വിമാനങ്ങൾ ഉള്ളത് പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നു. അതായത് 38 വിമാനങ്ങളാണ് 4ാം ഘട്ടത്തിൽ ബഹ്റൈനിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ 39 വിമാനങ്ങൾ UAEയിൽ നിന്നും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒമാനിൽ നിന്ന് 13 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഓരോ വിമാനങ്ങൾ ചാർട്ടർ ചെയ്യുകയുണ്ടായി. അതേസമയം സൗദി അറേബ്യയിൽ നിന്ന് ഒരു വിമാനം പോലും ഇപ്പോൾ പ്രഖ്യാപിച്ച ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കോവിഡ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ ഏറ്റവും പ്രയാസമുള്ള രാജ്യം കൂടിയാണ് സൗദി അറേബ്യ എന്നതിനാൽ തന്നെ ഇത് പ്രവാസികളെ ഏറെ സംഘർഷത്തിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.